കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളന വേദിയിൽ മൂന്നാം ദിവസം മുകേഷ് MLA എത്തിയിരിക്കുകയാണ്. പാർട്ടി സമ്മേളനത്തിൽ സ്ഥലം MLAയുടെ അസാന്നിധ്യം ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. മുകേഷ് ഇവിടെ തന്നെയുണ്ട് എന്നാണ് ചോദ്യങ്ങളോട് MLA പ്രതികരിച്ചിട്ടുള്ളത്. ജോലി തിരക്ക് കാരണമാണ് സമ്മേളന വേദിയിൽ എത്താൻ കഴിയാതിരുന്നത്. ലോഗോ പ്രകാശനത്തിന് താൻ ഉണ്ടായിരുന്നുവെന്നും മുകേഷ് പറയുന്നുണ്ട്. എറണാകുളത്ത് നിന്നാണ് മുകേഷ് കൊല്ലത്തേക്ക് എത്തിയത്. 2 ദിവസം ഇല്ലായിരുന്നു. മാധ്യമങ്ങളുടെ കരുതലിനും സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നുവെന്നും മുകേഷ് പറയുന്നുണ്ട്. ഞാൻ പാർട്ടി മെമ്പർ അല്ല, അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് വരാഞ്ഞത്. അടുത്ത മാസം MLA-മാരുടെ ടൂർ ഉണ്ട്, ആ സമയത്തും കണ്ടില്ല എന്ന് പറയരുത്. ഇത്രയും ഗംഭീരമായ സമ്മേളനം നടക്കുന്നതിന് കൊല്ലത്തിന് അഭിമാനിക്കാമെന്നും മുകേഷ് പറയുകയാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് എത്തുന്നത് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ്, ഞാൻ പ്രതിനിധി അല്ല. അതിനാൽ സമ്മേളനത്തിന് എത്തുന്നതിൽ പരിമിതികളുണ്ട്. ലോഗോ പ്രകാശനം, അതിനൊപ്പം നടന്ന കബഡി മത്സരം തുടങ്ങിയവയിലെല്ലാം പങ്കെടുത്തിരുന്നുവെന്നും മുകേഷ് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരാൾ ലണ്ടനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ എന്നായിരുന്നു ചോദ്യം. പൂയപ്പള്ളിയിലെ വാർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ലണ്ടനിൽ പോയിരിക്കുന്നത് എന്ന്. ജോലി സംബന്ധമായിട്ടാണ് പോയത് എന്നായിരുന്നു മറുപടി ലഭിച്ചത്. ജോലിക്കായിട്ടാണ് ഞാനും പോയത് എന്നായിരുന്നു മറുപടി നൽകുകയും ചെയ്തത് എന്ന് മുകേഷ് പറയുകയാണ്. അതേസമയം ഭാവിയിൽ കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി വരും എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. വനിതകൾ മുഖ്യമന്ത്രിയാകുന്നതിന് CPIM എതിരല്ല. എന്നും വനിതകൾക്ക് പരിഗണന നൽകുന്ന പാർട്ടിയാണ് CPIM എന്നും KK ശൈലജ പറയുന്നുണ്ട്. സ്ത്രീ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും വർദ്ധിക്കണം. സ്ത്രീകൾ ലോകത്ത് 50%. വനിതകൾ കൂടുതൽ വളർന്നു വരുന്നുണ്ട്. പാർട്ടിയിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട്, ഇനിയും വർദ്ധിക്കണം. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെ വനിതകളായി. ഇനി ജില്ലാ സെക്രട്ടറിയായി വരുമെന്നും KK ശൈലജ വ്യക്തമാക്കുകയാണ്. അതേസമയം പാർട്ടിയിൽ വനിതകൾക്ക് കൂടുതൽ അവസരം നൽകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. ഭാവിയിൽ ജില്ലാ സെക്രട്ടറിയായും വനിതകൾ വരുമെന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. വനിതകൾക്ക് പാർട്ടിയിൽ പരിഗണന ഉണ്ട് എന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരിക്കുകയാണ്.